ജനങ്ങൾ നെഞ്ചേറ്റിയ കോടിയേരി ബാലകൃഷ്ണൻ എവറോളിംഗ് സ്വർണ്ണക്കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം മാമാങ്കം കാണാൻ എരഞ്ഞോളി കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. ഏപ്രിൽ 20 മുതൽ മെയ് 4 വരെയാണ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. രാത്രി 8 മണി മുതലാണ് മത്സരം. ഫുട്ബോൾ മത്സരത്തിൽ 20 ടീമുകളാണ് മാറ്റുരക്കുന്നത്. വിദേശ കളിക്കാരടക്കം ഓരോ ടീമിലും അണിനിരക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത് ആയിരങ്ങളാണ്. ഫുട്ബോൾ മത്സരത്തിന് മുമ്പായി സ്റ്റേഡിയത്തിൽ കലാവിരുന്നൊരുക്കിയിട്ടുണ്ട്. കാണികൾക്ക് സൗജന്യമായാണ് പ്രവേശനം. സേ നോ ഡ്രഗ്സ്, മൂവ് ടു സ്പോർട്സ് എന്ന സന്ദേശം ഉയർത്തിയാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി ട്രഷറർ എം ഉദയകുമാർ പറഞ്ഞു. കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സേ നോ ടു ഡ്രഗ്സ്, മൂവ് ടു സ്പോർട്സ് എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയെ ലഹരി മാഫിയകളുടെ കരാളഹസ്തങ്ങളിൽ പെട്ടുപോവാതിരിക്കാനായി അവരെ സ്പോർട്സിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ള സതുദ്ദേശം കൂടി ഈ ടൂർണമെൻറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ടൂർണമെൻറ്റിൻ്റെ കളിയുടെ കിക്ക് ഓഫിന് മുമ്പ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടായിരിക്കും ഇനി കളി ആരംഭിക്കുക. ഫുട്ബോൾ മത്സരം കാണാൻ നിത്യേന ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത് എന്ന് സംഘാടക സമിതി ചെയർമാൻ കാട്ടിത്ത് പ്രകാശൻ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ, നമ്മളെല്ലാ പിന്തുണയും നമ്മൾ ചെയ്തു തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സുമേഷ് ഈ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തീരുമാനപ്രകാരമാണ് നമുക്ക് ടൂർണമെൻറ്റിൻ്റെ ഡേറ്റുകളും ടീമിനെയും എല്ലാം സെറ്റാക്കി തന്നത്. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മോട് എല്ലാവരും സഹകരിക്കുകയാണ്. നമ്മൾ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ല, ഇതിന് മുന്നേ തുടങ്ങേണ്ടതാണ് എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകളും വ്യക്തിത്വങ്ങളും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ആ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെയിലെ നാട്ടുകാരെ മുഴുവൻ ആളുകളെയും പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട നിലയിൽ ഈ ടൂർണമെൻറ്റ് നടത്താൻ കഴിയും. എരഞ്ഞോളിയുടെ കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ഫുട്ബോൾ മത്സരത്തിലൂടെ സാധിക്കുമെന്ന് സംഘാടക സമിതി രക്ഷാധികാരിയായ എ.കെ. രമ്യ പറഞ്ഞു. അത്ലറ്റിക്സ് ആയാലും ഗെയിംസ് ആയാലും വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇത്തരമൊരു സംരംഭത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഗ്രൗണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ഇപ്പം ആർച്ചറിയുടെ ഒരു പരിശീലനം ഈ പ്രദേശത്തുകാരിയായിട്ടുള്ള ഒരു കുട്ടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി നാഷണൽ പ്ലെയേഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഷൂട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഫുട്ബോൾ പരിശീലനം നടത്താൻ ആവശ്യമായിട്ടുള്ള താല്പര്യമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തുകാരായിട്ട് തന്നെയുണ്ട്. അത്ലറ്റിക്സിൽ പരിശീലനം നടത്താൻ തയ്യാറായി വന്നിട്ടുള്ള യു ബൈജുവേട്ടനെ പോലുള്ള ആളുകൾ ഉണ്ട്. അപ്പം പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും എരഞ്ഞോളിയുടെ കായിക സംസ്കാരത്തെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തവണ നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ കുണ്ടാഞ്ചേരിയുടെ പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.